BPAD, ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡേഴ്സ്. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തന്നെ രണ്ട് പോൾസ് അല്ലെ ബൈപോളാർസ്, രണ്ട് പോൾസിൽ നിന്നുകൊണ്ടുള്ള എഫക്റ്റീവ് ഡിസോർഡർ. എഫക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു സാഹചര്യത്തിൽ റിയാക്ട് ചെയ്യണം, ഒരു സന്ദർഭത്തിൽ ഒരു എൻവയറമെൻറ്റിൽ റിയാക്ട് ചെയ്യണം, അതിനെയാണ് എഫെക്ഷൻ എന്ന് പറയുക. അപ്പം അതിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പേർത്തിൻ്റെ തന്നെ പോൾസ് എന്ന് വെച്ചാൽ രണ്ട് എക്സ്ട്രീം എൻഡ്സ് ആണല്ലേ. അപ്പം ഈ ബൈപോളാറിൽ ഒരു എൻഡിൽ ഡിപ്രഷൻ ആണെങ്കിൽ നെക്സ്റ്റ് എൻഡിൽ ഇലേഷൻ ആണ്, ഹാപ്പിനെസ് ആണ്. അപ്പം ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്നുള്ള അസുഖം ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത തന്നെ അതായിരിക്കും. അതായത് ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആ വ്യക്തി ജീവിതകാലത്തിൽ പലപ്പോഴായിട്ട് കാണിച്ചിരിക്കും. BPAD ഒരു എപ്പിസോഡിക് ഇൽനെസ് ആണ്. അതായത് കുറച്ച് നാൾ ചിലപ്പോൾ ഒരു ഇലേറ്റഡ് മൂഡായിരിക്കും, ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും, ഭയങ്കര എന്താ പറയുക ഉന്മാദത്തിൽ നടക്കുന്ന ഒരു ഫേസിലായിരിക്കും ആ വ്യക്തി സഞ്ചരിക്കുക. അത് കഴിഞ്ഞ് ചിലപ്പം ഒരു നോർമൽസി വരാം. പക്ഷെ ഈ നോർമൽസി പിന്നെ ലീഡ് ചെയ്യണ ഒരു ഡിപ്രസീവ് ഫേസിലായിരിക്കും, ഒരു തീരെ ഡൗൺ ആയിട്ടുള്ള ഒരു ഫേസിലേക്കായിരിക്കും, ഒരു വിഷാദത്തിലേക്കായിരിക്കും. പിന്നെ വീണ്ടും ഈ വിഷാദത്തിൽ നിന്ന് നോർമൽസിയിലേക്ക് വന്നിട്ട് വീണ്ടും ഉന്മാദത്തിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ വേവ് പോലെ, ഒരു വേവിൽ ബേസ് ലൈൻ ടച്ച് ചെയ്ത് പോകുന്ന ഒരു വേവ് പോലെ ആയിരിക്കും ആ വ്യക്തിയുടെ ജീവിതം പോവുക. അപ്പം ഇലേറ്റഡ് മൂഡ് അല്ലെങ്കിൽ ബൈപോളാറിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡുണ്ട്, ഇലേഷൻ, ഉന്മാദത്തിൽ നിൽക്കുന്നത്. ആ സമയത്ത് ഈ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിരിക്കും, കുറേ പ്രോമിസസ് ചെയ്യും, പലർക്കും പലതും കൊടുക്കും, ഭയങ്കര സന്തോഷത്തിൽ പെരുമാറും, ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, ഒഡാഷ്യസ് ആയിരിക്കും, അതായത് എന്തും ചെയ്യാൻ റെഡി ആയിരിക്കും, ചിലപ്പോൾ കുറേ ബ്രേവ് ആയിരിക്കും, കുറേ ഓവർ വർക്ക് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളായിരിക്കും. പതുക്കെ പതുക്കെ ഇതിങ്ങനെ കുറഞ്ഞ് പലപ്പോഴും ഈ വ്യക്തികൾ പറഞ്ഞാൽ എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും പറ്റുന്നില്ല, എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട്, ഇപ്പം എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബേസ് ലൈൻ നോർമൽസിയിലേക്ക് വന്ന് പിന്നെ താഴേക്ക് പോകുന്നത്, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു, ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ വേസ്റ്റാണ്, അങ്ങനത്തെ നെഗറ്റിവിറ്റിയിലേക്ക് വന്നിട്ട് ഡിപ്രഷനിലേക്ക് വരിക. ഓക്കെ, ആ ഡിപ്രഷനിൽ നിന്ന് വീണ്ടും ഇതേപോലെ. അപ്പം ഇതിങ്ങനെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണപ്പെടുക. ഇതിൻ്റെ ഒരു വലിയ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇലേറ്റഡ് മൂഡിലായാലും ഓവർ ഇലേറ്റഡ് ആയാലും ഓവർ ഡിപ്രസ്ഡ് ആയാലും സൂയിസൈഡ് വരെയൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത്രയും നല്ലതായ ഞാനാണല്ലോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടായിരിക്കാം പലപ്പോഴും സൂയിസൈഡൊക്കെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ BPADയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഇത് ടോട്ടലി നമുക്ക് മാറ്റിക്കളയാം. ഒട്ടും തന്നെ ഇല്ലാതെ ഒരു വ്യക്തിക്ക് നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ എപ്പിസോഡ്സിന് ഇടയ്ക്കുള്ള ആ നോർമൽസി ഫേസിൻ്റെ ദൈർഘ്യം കൂട്ടുന്ന വഴിയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ യൂഷ്വലി ഒരു BPAD നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ കേട്ട ഉടനെ പലർക്കും തോന്നും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഉണ്ട് ഇപ്പം, അപ്പോൾ എനിക്കിത് അസുഖമാണോ എന്നുള്ള തോന്നൽ അല്ല. അതല്ല ഒരു ഡയഗ്നോസിസ് എന്ന് പറയുക. ഡയഗ്നോസിസ് എന്ന് പറയുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കൺസൾട്ടേഷനിൽ നമുക്ക് BPAD ആണ് എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം, ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണ്. ഒരു സൈക്കാട്രിക് ഡിസോർഡർ ഒരിക്കലും തെറ്റായ കൈകളിൽ ചെന്ന് തെറ്റായ ഡയഗ്നോസിസിൽ മരുന്നുകൾ കഴിച്ച് പോകേണ്ട കാര്യമല്ല. ഓക്കെ, പലപ്പോഴും നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഇലേറ്റഡ് മൂഡിലായാലും ഡിപ്രഷൻ മൂഡിലായാലും ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കം ഇല്ലയെന്നും പറഞ്ഞൊരു മരുന്ന് കഴിക്കുന്നതിലും ഭേദം ടോട്ടൽ അസുഖം നോക്കിയിട്ട് അതിന് മരുന്ന് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എന്നിട്ട് ഇതിനിടയിൽ വരുന്ന നോർമൽസി ഫേസിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊണ്ട് ഈ ഇലേഷനും ഡിപ്രഷനും ഇല്ലാണ്ടാവുന്ന ഒരു ഫേസിലേക്കാണ് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും എയിം ചെയ്യുന്നത്. ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കേണ്ടി വരാറില്ല മിക്ക കേസുകളിലും. ഹോമിയോപ്പതിയിൽ നല്ല ഓപ്ഷൻസ്, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു സൈക്കാട്രിക് ഡിസോർഡറാണ് ഈ BPAD എന്ന് പറയുന്നത്.